ഇത്ര പെട്ടെന്ന് വന്നോ? ബാഗിന്റെ ഉള്ളിൽ കുറച്ച് ക്യാഷ് ഉണ്ട്. ഇതൊന്ന് സേഫ് ആയിട്ട് എവിടെയെങ്കിലും വെച്ചേക്കോ. ഇത്രയും പണം എവിടുന്നാ? അത് ബിസിനസ് ചെയ്യാൻ വേണ്ടി എന്റെ ഫ്രണ്ട് തന്നതാ. ഏത് ഫ്രണ്ട്? എന്ത് ബിസിനസ് ചെയ്യാനാ പോകുന്നത്? ഹലോ അളിയ, ഞാൻ ദേ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കുന്ന കേട്ടില്ലേ, എന്താ മറുപടി പറയാത്ത? അത് ഞാൻ പോയിട്ട് വന്നിട്ട് നിനക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേക്കാൻ പോരെ? ശരി, നൈറ്റ് ഡിന്നറിന് പിസ്സ ഓർഡർ ചെയ്യാമോ? പിന്നെന്താ ചെയ്യാലോ. വേഗം വരണേ. Attention please, this is a further morning call for all Canadian passengers travelling to Narita on Jetstar Flight 11. Please present your boarding pass to the attendants at gate number 9 and again on board your flight. Just a further reminder that all mobile phones and electronic devices must be switched off prior to boarding and all beverages can be taken on board. ഹായ്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറെ നേരമായോ? ഇറ്റ്സ് ഓക്കേ, എന്നാ പോയാലോ? പോകാം. എന്ത് പറ്റി? എന്തെങ്ങനെ നിൽക്കുന്നേ? താലി കിട്ടുന്നതിന് മുമ്പ് ഓടി വന്നതല്ലേ, അതാ ചെറിയൊരു വിഷമം. എന്നാ പിന്നെ കല്യാണം കഴിച്ചിട്ട് വരായിരുന്നില്ലേ? അല്ലടാ, അച്ഛനിപ്പോ ആകെ നാണക്കേടുണ്ടായിട്ടുണ്ടാവും, അതാ. ശരി ശരി, വാ ബാക്കി വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. ശ്ശോ. Wow. Thanks. അനു, ഇത് അത്രയ്ക്ക് വലിയ കൊട്ടാരമൊന്നുമല്ല, ചെറിയൊരു വീടാ. എനിക്കൊരു ജോലി കിട്ടിക്കോട്ടെ, പിന്നെ നിനക്ക് വിഷമിക്കേണ്ടി വരില്ല. നമുക്കെല്ലാം റെഡിയാക്കാം. അനു, ഇതാണോ റൂം? അതെ, ഇതാണ് നമ്മുടെ റൂം. ഇവിടെയാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. നിന്നെ വിശ്വസിച്ച് വന്നതല്ലേ, എന്നിട്ട് എന്നെ ഇങ്ങനെ പറ്റിച്ചില്ലേ? ഇതിനു വേണ്ടിയാണോ ഞാൻ വന്നത്? അയ്യോ അയ്യോ, കരയില്ലേ കരയില്ലേ? ആരോട് പറയാനാ? ഓടി വന്നതിന് എനിക്കിത് കിട്ടണം കിട്ടണം. ഇപ്പൊ എന്ത് സംഭവിച്ചിട്ട് നീ ഇത്രയും ബിൽഡപ്പ് കൊടുക്കുന്നേ? ഇവിടെ നോക്കിയേ, ഇന്ന് മുതൽ ഇതൊരു റൂമല്ല, 2 റൂമാ. ഓക്കെ അല്ലേ? എന്നാ എണീക്ക്. ഓക്കെ, ഹാപ്പി? ഇനി മുതൽ ഇത് നിന്റെ റൂം, അതെന്റെ റൂം. നിന്റെ പെർമിഷൻ ഇല്ലാതെ നിന്റെ റൂമിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല. അത് ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം, ഒന്ന് പുറത്ത് നിൽക്കാമോ? ഞാൻ എന്റെ റൂമിലല്ലേ ഇരിക്കുന്നേ. നിന്റെ റൂമിൽ നിന്ന് പുറത്തോട്ട് പോ. People concerned, Bhagavad Gita, Bible, Quran are noble books. As far as my concern, this is only my noble book. Maybe you know why?
this is going to change our life. Yeah. Lots of stuffs to do in our lives. I was worried before. Hannah, you know one thing? Okay? The life is going to be changed. We have abundant money in our hand. I'm glad now. We are going to marry. We are going to have kids. Okay. You know, the hard phase is going to be over. Shit. Who are you? What do you want? Finny, why are they holding a gun? What's happening? Silence. Finny! What do you want? What's Silence. going on? Silence! What's happening? Silence! What's going on? Silence! Why the hell? ചില സമയത്ത് സൈലന്റ് ആക്കാൻ വേണ്ടി വയലൻസ് ചെയ്യേണ്ടി വരും. 10 രൂപ വെച്ചോണ്ടിരിക്കുന്നവൻ 1 രൂപ പിച്ച കൊടുക്കും. 100 രൂപ വെച്ചോണ്ടിരിക്കുന്നവൻ 10 രൂപ പിച്ച കൊടുക്കും. 1000 രൂപ വെച്ചോണ്ടിരിക്കുന്നവൻ 100 രൂപ ചുമ്മാ ചെലവ് ചെയ്യും. 1,00,000 രൂപ വെച്ചോണ്ടിരിക്കുന്നവൻ 1000 രൂപയ്ക്ക് ചുമ്മാ പാർട്ടി കൊടുക്കും. എന്നാൽ 1 കോടി രൂപ വെച്ചോണ്ടിരിക്കുന്നവൻ 10 പൈസ പോലും ആർക്കും കൊടുക്കില്ല. അതുപോലെയുള്ള കോടീശ്വരൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കൊള്ളയടിച്ച നമ്മുടെ അടുക്കേന്ന് നീ അടിച്ച് മാറ്റി കണ്ടാ? ക്ഷമിക്കണം സർ. എവിടെടാ വെച്ചിരിക്കുന്നത്? പണം എവിടെടാ? പറയേ. ഞാൻ പറയാം ബോസ്. പണം എവിടെയാണ്? ഞാൻ പറയാം ബോസ്. എവിടെ ഇരിക്കുന്നു? പറയേ. Catch him, man, catch him. Get up, boss. Get up. Catch him! Catch him! Catch Oh, him! shit. എടാ നിക്കടാ, നിക്ക. നിക്കാൻ പിടിക്കാനെ. അവനെ മാത്രം പിടിച്ചില്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ കൊല്ലൂടാ. എവിടെ പോയി തൊലഞ്ഞടല്ല എന്റെ ഒരു ഗതികേട്. ദിയാ ദിയാ ഡേയ് എപ്പോ നോക്കിയാലും ഫോണിലാണല്ലോ. അയ്യോ ഡാ ഒരു ഹാഫ് ഡേ ലീവ് വേണോടാ? ഡാ ഇപ്പോഴല്ലേടാ വന്നത്. ഒരു കസ്റ്റമർ കൂടി ഇതിൽ വന്നിട്ടില്ല. അതിനുള്ളിൽ ലീവ് വേണമെന്ന് പറഞ്ഞ പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സിങ് കയറും. പ്ലീസ് ഡാ. ശരി പോ. താങ്ക്സ് അലിയ. ബൈ. Oh my God. ആരും കണ്ടില്ല. ഹലോ ബ്രദർ. My God. എഴുന്നേക്ക്.
എഴുന്നേക്ക്, ഹോസ്പിറ്റലിൽ വാ. ബ്രദർ, ഒന്നുമില്ല, പേടിക്കണ്ട. കേറ്. അയ്യോ. ഈ ലോകത്തിലുള്ള എല്ലാവരെയും ദൈവം നോക്കിയാലും ഇല്ലെങ്കിലും സാറ്റലൈറ്റും CCTV ക്യാമറയും വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. രക്ഷപ്പെടാനാവില്ല. നിന്റെ മുന്നിലൊരു വണ്ടി വരും, അതിനെ ഫോളോ ചെയ്തു വാ. പോ. പോടാ, പോ. വേഗം നടക്ക്. എവിടെയവൻ? അവൻ പോയി സർ. എവിടെ പോയി? അന്ന് ഞാൻ ഹോസ്പിറ്റൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് പോയി. പിറ്റേ ദിവസം ചെന്നപ്പോൾ അയാൾ അവിടെ കണ്ടില്ല. എവിടെ പോയെന്നും അറിയില്ല. ഓയ്, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴും കഴിക്കാൻ പാടില്ല. ഏത് ഹോസ്പിറ്റൽ? നാഷണൽ ഹൈവേയിൽ പോകുന്ന വഴി കണ്ട ഹോസ്പിറ്റലാ. പക്ഷെ എനിക്ക് പേരറിയില്ല. എടുത്ത് കുടിക്കുക. എനിക്ക് ശീലമില്ല സർ. വീട്ടിൽ വന്ന ഗസ്റ്റിന് വെള്ളം പോലും കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ? അതല്ല, വേണ്ട സർ. ശീലമില്ലെന്നോ? അത് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കാറൊക്കെ ഉണ്ട്. ഞങ്ങളും ഫ്രണ്ട്സാ. കുടി. സാർ, അയാളെ നിങ്ങളെന്തിനാ അന്വേഷിക്കുന്നത്? വിശപ്പ്. 5 പേർക്ക് ആഹാരം ഉണ്ടാക്കി 5 പേര് കഴിക്കുന്നതിന് മുമ്പ് ഒരേ ഒരുത്തൻ ആഹാരം എടുത്തുകൊണ്ട് ഓടിപ്പോയാൽ എന്ത് സംഭവിക്കും? ഒരുപാട് വിശപ്പുണ്ടാവും സാർ. വിശപ്പ്, വിശപ്പ്, വിശപ്പ്. ഓയ്, ഇവിടെ വാ. പുറത്തുകളാ.
അമ്മോ, അവൾ ഉറങ്ങി. നീ കഴിച്ചോ? ഛേ, കുടിച്ചിട്ടുണ്ടോ നീ? അത് പിന്നെ ജോലിയുടെ ടെൻഷൻ, അതുകൊണ്ടാ. കുടിക്കുന്ന ആളുകളൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ നീ പറയുന്നത് ഒരുപാട് പഴയ കാരണ. സോറി അനു. തെറ്റുപറ്റിപ്പോയി. അച്ഛൻ, അമ്മ, ഫ്രണ്ട്സ് ആരോടും പറയാതെ നിന്നെ വിശ്വസിച്ച് ഓടി വന്നില്ലേ? എന്തു പറയാനാ? ജോസഫ് എവിടെ? നിങ്ങള് ഫ്രണ്ട്സാ? ആ, വരൂ വരൂ. ഇരിക്കട്ടോ, അവൻ കുളിച്ചോണ്ടിരിക്ക. വേഗം വരാൻ പറയാം. അയ്യോ, കുറച്ചേറെ സ്വസ്ഥമായിട്ടൊന്ന് പഞ്ചാരടിക്കാനും സമ്മതിക്കില്ലല്ലോ. രക്ഷപ്പെട്ടു. ബേബി, നീ ഞാൻ മനസ്സിൽ പറഞ്ഞത് കേട്ടോ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇവന്മാരാണോ വന്ന് കയറിയിരിക്കുന്നത്? ഇരിക്കേ. ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവൻ അവിടെ ഇല്ല. എവിടെ അവൻ? സാർ പോയി സാർ. എവിടെ പോയി? ഫ്രണ്ട്സ്. തലവേദന വന്നാ തലവേദനയുടെ ഗുളിക മാത്രമേ കഴിക്കാവൂ. തലവേദനയ്ക്ക് വയറുവേദനയുടെ ഗുളിക കഴിച്ചാ എങ്ങനെ ശരിയാവും? വയറുവേദന മാറുമല്ലോ. ഇപ്പോ കോഫി കുടിക്ക്, അപ്പൊ തലവേദന മാറിക്കോളും. ദാ കുടിക്ക്, എടുത്തോ. കോഫി എങ്ങനെയുണ്ട്? ഫിൽറ്റർ കോഫി? ഈ കോഫി സർ, നല്ല കോഫി. ആ പെണ്ണിന്റെ ജീവൻ രക്ഷിച്ചു. സർ, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം സർ. ഇവിടെ വെച്ച് വേണ്ട സർ. പ്ലീസ് സർ, പ്ലീസ് പ്ലീസ് സർ, പറയുന്നത് മനസ്സിലാക്കി. സംസാരിക്കാം. പ്ലീസ് പ്ലീസ്. വെളിയിൽ പോയി സംസാരിക്കാം. പ്ലീസ് സർ, പ്ലീസ്. കം ഓൺ ബോയ്സ്. ഓയ്, വീട്ടിലിരുന്ന് കുടിക്കേണ്ട കോഫിയെ നീ ഈ വണ്ടിയിലിരുത്തി കുടിപ്പിച്ചു. പക്ഷെ കോഫി നല്ലതായിരുന്നു. ഓയ്, വണ്ടി നിർത്ത്. ഡേയ്, വണ്ടി നിർത്ത്. ഏയ്, വണ്ടി നിർത്ത്. സത്യം പറയുന്നത് നിനക്ക് നല്ലത്. എവിടെയുണ്ട് അവൻ?
സാർ എനിക്കറിയില്ല സാർ. എവിടെ പോയി? സാർ എനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല സാർ. പറയില്ലല്ലേ നീ? സാർ അറിയില്ല സാർ, എവിടെ പോയി? സത്യമായിട്ട് എനിക്കറിയില്ല സാർ. എവിടെയുണ്ടവൻ? പോയി സാർ. പറഞ്ഞില്ലെങ്കിൽ ഷൂട്ട് ചെയ്യും. ഉറപ്പായിട്ടും ഷൂട്ട് ചെയ്യും. വേണ്ട സാർ, എനിക്കറിയില്ല സാർ, പേടിക്കുന്നത്. പ്ലീസ്. നിങ്ങളെ കണ്ട മലയാളികളെ പോലെയുണ്ട്. ഞാനും മോഹൻലാൽ ഫാനാ. ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. വല്ലതും കൊണ്ടേ തരണേ. ഹെഡ് ഹെഡ് വാ, ഹെഡ് ഹെഡ്. Yes, now you are dead. എന്താ നോക്കുന്നേ? വിശക്കുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞാ ഇനി ഇവന് വിശക്കുവോ? വിശക്കില്ല. പേടിക്കണ്ട. പറയടാ, എവിടെടാ അവൻ? ചെയ്യല സാർ, പ്ലീസ്. ഞാനെല്ലാം പറയാം സാർ. പറയടാ. ഞാനെല്ലാം പറയാം സാർ, ഞാനെല്ലാം പറയാം. എന്നെ വിട്ടേക്ക് സാർ, പ്ലീസ്. പറ. മതിയടാ, എങ്കിതാ. പോയി കുഴിക്കടാ, കൈയോട് കുഴിക്കടാ. പോടാ, തോണ്ട്. യെസ് സാർ, യെസ് സാർ. കുഴിക്കടാ. യെസ് സാർ. നിർത്ത്. ഡാ, പറയടാ, പണം എവിടെയാടാ വെച്ചിരിക്കുന്നേ? പറയടാ, എന്റെ പണം എവിടെ വെച്ചിരിക്കുന്നേ? പറയടാ, വാ തുറന്ന് പറയടാ. നിന്റെ ഷെയർ എല്ലാം തീർച്ചയായിട്ടും തന്നിരിക്കും. പറയടാ, പറയടാ, എന്റെ പണം എവിടെയാടാ വെച്ചിരിക്കുന്നേ? പറയടാ, പറയടാ. സാർ, അയാളുടെ ശരീരത്തിൽ വെടിയുണ്ടൊക്കെ ഉണ്ട് സാറേ. ഞാൻ അയാളൊന്നും ചെയ്തിട്ട് പോലുമില്ല. ഏയ്! ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ചത്താണോ നീ ഇടിച്ചിട്ട് ചത്താണെന്ന് ആർക്കറിയാം? Don't worry, boss. I will find it. പോം, പോ, എല്ലാം പോയി. ബോസ്, പണം കിട്ടുന്നത് വരെ ഇവനെ കൂടെ കൂട്ടുന്നതാണ് നല്ലത്. കൊല ചെയ്യാൻ ധൈര്യം വേണം. എന്നാൽ പണത്തെ മറയ്ക്കാനായിട്ട് നല്ല ബുദ്ധി വേണം. നീ ഇതുവരെ എന്ത് ചെയ്തോ, ആർക്ക് വേണ്ടി ജോലി ചെയ്തോ പ്രശ്നമല്ല. എന്നാൽ നാളെ മുതൽ നീ എൻ്റെ അടുക്കല ജോലി ചെയ്യുന്നത്, അങ്ങനെയല്ലേ?
ശരി സർ, ശരി സർ. ഏയ് വണ്ടി നിർത്ത്. ഓയ് രാവിലെ ഷാർപ്പ് 10:30 മോർണിംഗ് ഓഫീസ് ടൈം. ഓക്കെ? ഓക്കെ സർ. കൊല ഞാൻ ചെയ്തിട്ടില്ല, നീയാ ചെയ്തത്. ബോസ്, വാട്ടർ. ത്രോ ഇറ്റ് ഔട്ട്. ഓക്കെ. ആഹാ, ലോലിപ്പോപ്പായിട്ടാണ് വരുന്നേ. നിന്റെ ചുണ്ടിൽ വെച്ച് ലോലിപ്പോപ്പ് എനിക്കും തരുമോ? താങ്ക്സ് ബേബി. ഗുഡ് മോർണിംഗ് സർ. നോക്കിയത് കണ്ടു കാണും. രക്ഷപ്പെട്ടു, കണ്ടില്ല. അയ്യോ, കണ്ടുപിടിക്കോ? അറിഞ്ഞാ കൊന്നു കളയും. ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമോ എന്തോ. എന്താ കണ്ടത്? ഓ, ഞാനൊന്നേ നോക്കിയുള്ളൂ, ഇങ്ങനെ പിന്നെയും പിന്നെയും നോക്കുകയാണല്ലോ. നീ നോക്കിയത് ഞാൻ കണ്ടു. എന്താ കണ്ടേ? ഒന്നുമില്ലെന്ന് പറഞ്ഞ് വെറുതെ വിടുവോ? ഒന്നുമില്ല. അവിടെ ഒന്നുമില്ല, അതറിയാം. എന്നാ നീ എന്താ അവിടെ കണ്ടേ? അതെ, അടുത്തത്. ആ പറഞ്ഞോ, ഞാനിപ്പോ ഫ്രീയാ. ഹേയ്, വിളിക്കടാ അവനെ. ഓ, വിളിക്കടാ അവനെ. ഇതാണോ? പറഞ്ഞാ പോരെ. ഓക്കെ ബോസ്. അയ്യോ, ഇവന്മാരെയൊക്കെ കൊണ്ട് പറയുന്നവന് കേൾക്കാൻ പറ്റില്ല, കേൾക്കുന്നവന് പറയാൻ പറ്റില്ല. വാട്ട് ക്യാൻ ഐ ഡു? ബോസ്, ഡോണ്ട് വറി, ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. എന്തിന്? ബജ്ജി ഉണ്ടാക്കണോ ബോണ്ട ഉണ്ടാക്കണോ?
ബോസ് വിളിക്കുന്നു. ദാ വരുന്നു. പറയുന്നേ ബജ്ജിയോ ബോണ്ടയോ? ഫോണിലാരാ? വീട്ടിൽ നിന്ന് വിളിച്ചതാ. എന്താ സംസാരിച്ചേ? ഈവനിങ് സ്നാക്സിന് ബജ്ജി ഉണ്ടാക്കണോ ബോണ്ട് ഉണ്ടാക്കണോ എന്ന് ചോദിക്കായിരുന്നു. നീ എന്താ പറഞ്ഞേ? രണ്ടും ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു സർ. ബോണ്ട ബജ്ജി. ബോണ്ടയും ബജ്ജിയും തേങ്ങാ ചട്നി ചേർത്ത് കഴിച്ചാൽ നല്ലതായിരിക്കില്ലേ? ഞാൻ വേണേ നിനക്ക് വന്ന് തേങ്ങാ ചട്നി അരച്ച് തരട്ടെ? എന്തായിരിക്കും പറഞ്ഞത് ഇത്രയും ദേഷ്യപ്പെടാൻ? ഇവനെയൊക്കെ വെച്ച് ജോലി ചെയ്യുന്നതിനേക്കാളും ഭേദം സ്വയം ചത്ത് തൊലയുന്നതാ. ടക് 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 ടക്. ഡോറ് തുറക്ക്. എന്റെ റൂമിൽ കിടക്കാൻ പേടിയാവുന്നു. നിന്റെ റൂമിൽ കിടന്നോട്ടെ. ഉം. എടാ സർ, ഒരുപക്ഷെ ഞാൻ ചത്തുപോയാ നീ എന്ത് ചെയ്യൂടാ? തിരിച്ച് വീട്ടിലേക്ക് പോകും സർ. ഞാൻ ചത്ത നീ എന്ത് ചെയ്യും? Don't worry, boss. You won't die. എടാ ഞാൻ ചത്ത നീ എന്ത് ചെയ്യൂടാ? എടാ ഞാനിനി ചത്തിട്ടില്ല. നിർത്ത്. ചത്തുപോയിട്ടില്ല, ജീവനോടെ ഉണ്ട്. ഞാൻ ചത്ത നീ എന്താടാ ചെയ്യാൻ പോകുന്നേ? എങ്ങനെ മനസ്സിലാക്കിക്കോന്? എടാ ഞാൻ ചത്താൽ നീ എന്ത് ചെയ്യൂടാ? വിഷമിക്കണ്ട ബോസേ, ആ പണത്തെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. അയ്യോ, ചത്തതിന് ശേഷം എന്തിനാടാ പണം? പണം പണം പണം. പണമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാനേ പറ്റില്ല. എടാ നിങ്ങളൊന്നും ഉറങ്ങിയില്ലേ? പോ
പോയി കിടന്നുറങ്ങ്. പോടാ, പോയി ഉറങ്ങ്. സർ, ഉറങ്ങുന്നതിന് മുൻപ് കുറച്ചേരി ബുക്ക് ഞാൻ വായിച്ചോട്ടെ? ഉം, ഉം, ഉം. സർ, സർ, കണ്ടുപിടിച്ചു സർ. സർ, കണ്ടുപിടിച്ചു സർ. ക്യാഷ് എവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചു സർ. Hey. ഇതുവരെ നിങ്ങളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. ആ കഷ്ടപ്പാടുകൾക്കെല്ലാം റിട്ടേൺ കിട്ടി. ഇനി മുതൽ നിങ്ങൾ പകലുറങ്ങേണ്ട ആവശ്യമില്ല. ഇനി മുതൽ നിനക്കിവിടെ ജോലിയില്ല. ഓക്കെ സർ. നിന്നെ ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഹാപ്പിയാണോ? ഹാപ്പി സർ. ബട്ട് ദാറ്റ് കോഫി വാസ് വെരി നൈസ്. ടെൽ യുവർ ഗേൾ. ഞാൻ പറയാം സർ.
ഹേയ് ഇതെന്താ 2 റൂം 1 റൂമാക്കിയേ? വെറുതെ. അപ്പോ ഇന്ന് ഫസ്റ്റ് നൈറ്റാ? ഛീ, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ? ആ, അതല്ല, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നീ ഇല്ലാതെ തനിയെ ഇരിക്കുന്നത് എനിക്ക് പറ്റുന്നില്ല. നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പോലും തനിയെ തനിയല്ലേ ഉള്ളത്. അതുകൊണ്ടാ ഞാൻ ഓ ഓക്കേ. നോക്ക്. നമുക്ക് കല്യാണം കഴിച്ചാലോ? ദിയ 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 എന്ത് വേണം? എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഐ ലവ് യു. ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മനസ്സിലാക്കിക്കോ. ഏ ഐ ഹേറ്റ് യു. എന്റെ പിന്നാലെ നടക്കുന്ന നിർത്തിക്കോ. ഓക്കെ? ദിയ ജീവിതം വെറുത്തു പോയടാ. സ്നേഹിച്ച പെണ്ണ് കൂടെയില്ലെങ്കി എത്ര കാശ് കിട്ടിയാലും വേസ്റ്റാണ്. അവക്ക് എന്നെ ഇഷ്ടമല്ലടാ. ഏയ് പോടാ. എടാ, ഇവനിങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ചത്തുപോയാൾ തിരിച്ചു വരാനാണോ പോകുന്നത്? നമുക്കടുത്ത ജോലി നോക്കാനുള്ളതാ. പറഞ്ഞോട്. എങ്ങനെയാ അവൾ മരിച്ചേ? ആരാ കൊന്നേ? എന്തിനാ കൊന്നേ? ഇതൊന്നും അറിയാതെ ബോഡി മറവ് ചെയ്തത് ശരിയായില്ല. അതെ, തെറ്റാണ്, നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം പോലീസിനൊരു കംപ്ലൈന്റ് കൊടുക്കണം. പോലീസിൻ്റെ അടുത്ത് പോകാം. പക്ഷെ പോയാൽ പോലീസ് ഇവളാരാണ്, ഇവൾ നമ്മളുടെ ആരാണ് എന്നൊക്കെ അന്വേഷിച്ച് അവസാനം പോലീസ് കൊലപാതകയെ കണ്ടുപിടിക്കോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ ആദ്യം നമ്മൾ 3 പേരും കുടുങ്ങും. അവളുടെ പണം എവിടെയാ? അവസാനം ഞാൻ അവളുടെ അടുത്ത് കൊടുത്ത പണം എവിടെയാ? ഒരുപാട് നോക്കി, പക്ഷെ കണ്ടില്ല. സോ ദാറ്റ് മീൻസ് കൊലയാളി പണത്തിന് വേണ്ടിയാണ് കൊല ചെയ്തിരിക്കുന്നത്. ഇനി മുതൽ നമ്മുടെ ജോലി ആ കൊലയാളിയെ കണ്ടുപിടിക്കുക എന്നതാണ്. കമോൺ ബോയ്സ്.
ഡാ, എഴുന്നേക്ക്. എഴുന്നേക്കാൻ. എഴുന്നേക്കാൻ. ഇതെങ്ങനെ നിന്റെ റൂമിൽ വന്നു? ദിയയുടെ ജീൻസ് എങ്ങനെ നിന്റെ റൂമിൽ വന്നു? പറയടാ, പറയടാ, പറയാൻ. ദിയയുടെ ഡ്രസ് എങ്ങനെ നിന്റെ റൂമിൽ വന്നു? പറയടാ. എന്താ? കൊല്ലുമോ? കം കിൽ മീ. കൊല്ല്, കൊല്ല്. ആ! പറയടാ, നിന്നോട് ചോദിച്ചു പറയാൻ. പറയാൻ, പറയടാ, പറയാൻ. നീ പറയുന്നുണ്ടോ ഇല്ലയോ? ദിയയുടെ ഡ്രസ് എങ്ങനെയാണ് നിന്റെ റൂമിൽ വന്നേ? പറയാൻ. പറയിപ്പിക്കൂടാ. ദിയയുടെ ഡ്രസ് എങ്ങനെയാണ് നിന്റെ റൂമിൽ വന്നേ? ഏയ്, എന്തു പറ്റി? എന്തിനാടാ കരയുന്നേ? ചോദിച്ചില്ലേ? പറയടാ. കരയ്. എന്നാ പറഞ്ഞിട്ട് കരയ്. ആര് ചത്തെന്നാ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഏയ്, ഞാൻ ബോസാടാ, നിന്റെ ബോസ്. ആ, ബോസ്, ബോസ്.
കണ്ണു താടാ, ഞാനൊന്നും ചെയ്തിട്ടില്ലടാ. ഷൂട്ട് ചെയ്യാതടാ, വേദന എടുക്കൂടാ. നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം. ഞാൻ നിന്റെ ജോലിക്കാരനായിട്ട് നിൽക്കാം. ഷൂട്ട് ചെയ്യാതടാ, ഷൂട്ട് ചെയ്യാതടാ, ഷൂട്ട് ചെയ്യാതടാ. ഒന്നും ചെയ്യാതടാ. എടാ എടാ ഇത് എന്താണ് കാണിച്ചിരിക്കുന്നത്? ഞാൻ എന്റെ ബാഗ് എടുക്കാൻ വേണ്ടി വന്നതാ. എന്റെ ബാഗാടാ. വേണ്ട 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 ഒന്നും ചെയ്യലടാ. വേണ്ട 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 എടാ വേണ്ട പ്ലീസ്, ഞാൻ പറയുന്നത് കേക്കടാ. പ്ലീസ് 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 റാ.
ഇത്ര പെട്ടെന്ന് വന്നോ? ഈ ബാഗിന്റെ ഉള്ളിൽ കുറച്ച് ക്യാഷ് ഉണ്ട്. ഇതൊന്ന് സേഫ് ആയിട്ട് എവിടെയെങ്കിലും വെച്ചേക്കോ. ഇത്രയും പണം എവിടുന്നാ? അത് ബിസിനസ് ചെയ്യാൻ വേണ്ടി എന്റെ ഫ്രണ്ട് തന്നതാ. ഏത് ഫ്രണ്ട്? എന്ത് ബിസിനസ് ചെയ്യാനാ പോകുന്നത്? ഹലോ അളിയ, ഞാൻ ദേ വന്നുകൊണ്ടിരിക്കുക. ഏയ്, ഞാൻ ചോദിക്കുന്ന കേട്ടില്ലേ, എന്താ മറുപടി പറയാത്ത? അത് ഞാൻ പോയിട്ട് വന്നിട്ട് നിനക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേക്കാൻ പോരെ? ശരി, നൈറ്റ് ഡിന്നറിന് പിസ്സ ഓർഡർ ചെയ്യാമോ? ആ, പിന്നെന്താ ചെയ്യാലോ. വേഗം വരണേ. ആ ശരി, ഓക്കേടാ. ബാറിലേക്കല്ലേ? ഏഷ്യൻ ബീർ കഫേക്ക് വിട്ടു. ഓർഡർ ചെയ്തതാണല്ലോ. ബാറ് ക്ലോസ് ചെയ്യടാ. ആ ശരിടാ, ഞാൻ വരാം. വിട്ടു വിട്ടു. കാർ ഇങ്ങനെയല്ലോ ഇട്ടിരുന്നേ. ആകെ പ്രശ്നമാണല്ലോ. താക്കോല് ഇവിടെ മറന്നു വെച്ചിരിക്കുകയാണല്ലോ. കാത്തൊക്കെ തുറന്നിട്ടിരിക്കുകയാണല്ലോ. ഇവിടെ എന്ത് ചെയ്യാ? അനു, ഇവിടുത്തെ എവിടെയാ? അനു, 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 നീ ഇവിടെ എന്തെടുക്ക? അനു, 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 അനു.
ഞങ്ങളൊന്നും അന്വേഷിക്കാതിരിക്കുകയല്ല, 1 വർഷമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഈ കേസ് വളരെ ചാലഞ്ചിങ് ആണ്. ഒരു തെളിവുമില്ലാതെ രാത്രി 11:11 ഈ മർഡർ നടന്നിരിക്കുന്നു. ആ പെൺകുട്ടി മരിച്ചു കിടന്നത് ബാത്റൂമിലെ വാട്ടർ ടബിലാണ്. അവളെ വെള്ളത്തിൽ മുക്കി കൊന്നതാണെങ്കിലും അവളുടെ വയറ്റിലെ നല്ല വെള്ളമല്ലായിരുന്നു, സീ വാട്ടർ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. സോ മർഡർ വീട്ടിലല്ല നടന്നിരിക്കുന്നത്. എന്താ സാർ പറയുന്നത്? കൊല വീട്ടിലല്ലേ നടന്നത്? അറിയില്ല. മരിച്ചുപോയ പെൺകുട്ടി നേരിട്ട് വന്ന് പറഞ്ഞാലേ കൊലയാളി ആരെന്ന് മനസ്സിലാവും. ഒരു കാര്യം, കൊലയാളിയെ ഉടൻ പിടിക്കൂ. വി വിൽ ഗെറ്റ് ദം സൂൺ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. അനു, എന്തിനാണ് നീ എന്നെ വിട്ടിട്ട് പോയത്? നീ ഞാൻ ഒരുമിച്ച് താമസിച്ചിരുന്ന ഈ വീട്ടിൽ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. നിന്നെ കൊന്നവൻ എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. പോലീസുകാരോട് ചെന്ന് ചോദിച്ചാ നീ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാ. നീ എന്തിനാ അവരോട് പോയി പറയുന്നേ? എന്നോട് പറഞ്ഞാ മതി. അവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ അവനെ തേടി കണ്ടുപിടിച്ച് കുത്തി കീറി കൊന്ന് നിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ടില്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന കേട്ടില്ലേ? എന്താ പറയ്. സിഗ്നൽ ഇല്ലേ അവിടെ? ഹലോ, എന്ത് പറ്റി? ഹലോ. അനു, ഇതുവരെ മറ്റൊരു പെൺകുട്ടിയെ നോക്കിയിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഹലോ. ഇതുവരെയും നീ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഞാൻ പറയുന്ന നീ കേൾക്കുന്നുണ്ടോ? പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഹലോ ജോസഫ്. സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ജോസഫ്? ഹലോ. നീ വന്നിട്ടുണ്ടെന്നറിയാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നീ? എന്താ ജോസഫ്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? എന്താ നീ ഇങ്ങനെ പിച്ചും പേയും പറയുന്നത്? എനിക്ക് വിശന്നിട്ട് വയ്യ. പിസ്സ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് നീ അത് ചെയ്തോ? വീട്ടിലേക്കൊന്ന് വേഗം വാ. ശരി ശരി, ഞാൻ വെക്കുവാ. ബൈ. ഹലോ, എന്നെ ഫോണിൽ വിളിച്ചത് ആരായിരിക്കും?
നീ ഓർഡർ ചെയ്തിരിക്കുന്നത്? ഏയ്, ഞാൻ ചോദിക്കുന്ന കേട്ടില്ലേ? നീ എന്തോന്നും മിണ്ടാതിരിക്കുന്ന? നീ ഇപ്പൊ എവിടെയാനു? ഞാൻ വീട്ടിലുണ്ടല്ലോ. വീട്ടിലോ? ഈ സമയത്ത് ഈ രാത്രിയില് ഞാൻ വേറെ എവിടെ പോവാനാ? വീട്ടിൽ തന്നെ ഉള്ളത്. എന്താ രാത്രിയോ? നൈറ്റ് 9:30 മണിയാകുന്നു. ഇവിടെ വാങ്ങിവെച്ച പിസ്സ കഴിക്കാതെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. വീട്ടിലേക്ക് വരാം. ഞാൻ വീട്ടിലേക്ക് വരാം. ഹലോ ഹനു. നന്നായിട്ട് വിശക്കുന്നുണ്ട്. നീ ഇപ്പൊ എവിടെ എത്തി? ഹനു, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേ. ഞാനിപ്പോ വീട്ടിൽ തന്നെ ഉള്ളത്. നീ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷമായി. എന്താ കുടിച്ചിട്ടുണ്ടല്ലേ? ഇല്ല അനു, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. 2018 മെയ് 17-ാം തീയതി വ്യാഴാഴ്ച നൈറ്റ് ആയപ്പോ തന്നെ നീ മരിച്ചു പോയതാ. പ്രാന്ത് പറയാതെ. 2018 മെയ് 17 വ്യാഴാഴ്ച ഇന്നടാ? അല്ല, ഞാനിപ്പോ ഉള്ളത് 2019 മെയ് 17-ാം തീയതി വെള്ളിയാഴ്ച മോർണിംഗ് ടൈമിലാ. ഞാൻ വെറുതെ പറയുന്നതല്ല. 1 വർഷത്തിൽ വരുന്ന ഡേ, ഡേറ്റ്, ടൈം ഇതൊന്നും തന്നെ അടുത്ത വരുന്ന വർഷത്തില് തീയതി, ദിവസം, സമയം ഒന്നും ഒരുപോലെ വരില്ല അനു. പറയുന്നത് മനസ്സിലാക്ക്. ഞാൻ പറയുന്നത് സത്യം തന്നെയാ. നീ ജീവനോടെ ഇല്ല, മരിച്ചുപോയി അനു. എന്തിനാ കരയുന്ന? എന്തു പറ്റി? നീ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല അനു, നിന്നെ കൊന്നു കളഞ്ഞതാ. ആര്? എന്തിനു വേണ്ടി? എപ്പോ കൊല ചെയ്തു? നീ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ആര് കൊന്നു, എന്തിനു കൊന്നു, ഇതൊന്നും തന്നെ എനിക്കറിയില്ല. 11 ആയപ്പോ നീ മരിച്ചോന്നാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും പറയുന്നത്. ഞാൻ മരിച്ചിട്ടില്ല ജോസഫ്. ഞാൻ നിന്നോടാ സംസാരിച്ചോണ്ടിരിക്കുന്ന. ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി എല്ലാവരും ഉപേക്ഷിച്ചിട്ട് വന്നതല്ലേ. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. I love you, Joseph. പിസ്സ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആരാ വന്നിരിക്കുന്നെന്ന് അറിയില്ല.
തുറക്കരുത്. അനു, പേടിക്കല്ലേ, ധൈര്യമായിട്ടിരിക്കെ. വീടിന് ചുറ്റും നടക്ക. പുറകുവശത്തെത്തി. പിന്നിലേക്ക് പറഞ്ഞ എവിടെ? അനു, ഞാനിപ്പോ പിന്നീ തന്നെ ഉള്ളത്. ആരെന്നറിയില്ല, പക്ഷെ വീടിനകത്ത് കയറാൻ നോക്കുന്നുണ്ട്. എല്ലാ ഡോറും കുറ്റിയിട്. ഡോറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് അകത്ത് വന്നു. അപ്പുറത്തുള്ള മുറിയിൽ നിൽക്കുക. അനു, എവിടെ എവിടെയുള്ള? ഓടി ഞാൻ പിടിക്കില്ലെന്ന് വിചാരിച്ചു. എന്താടി ഓടി ഓടി കളിക്കുന്നു നീ? ഈ കാലത്തെ പെണ്ണുങ്ങളെല്ലാം നന്നായിട്ട് ഓടുന്നവരാണ്. ഇപ്പൊ ഓടി. എഴുന്നേക്കടി. എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യരുത്. പണമല്ലേ വേണ്ടത്? ഞാൻ തരാം. പണം എവിടെ? അവിടെ. ഓ, എഴുന്നേക്ക്. വാ. അനു, അനു, പാവം. പണം കണ്ട ശവം വരെ കണ്ണോർക്കും. പണം തന്ന് നീ തൽക്കാലം രക്ഷപ്പെട്ടല്ലേ?
എന്താടി പോയവൻ നിന്ന് നോക്കുന്ന? എല്ലാവരും പണി കഴിഞ്ഞതിന് ശേഷമേ പണം കൊടുക്കാറുള്ളൂ. പക്ഷേ നീ ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്ക് പണം തന്നു. എന്നാലേ എനിക്ക് ചെയ്യാൻ തോന്നുന്നു. വാ, നമുക്ക് ചെയ്താലോ? വാ. ജോസഫ്, നീ എവിടെയാ? അനു, ധൈര്യമായിട്ടിരിക്കേ. ജോസഫ്, എന്നെ രക്ഷിക്കേ. ഞാൻ വന്നോണ്ടിരിക്കുക, പേടിക്കല്ലേ. രക്ഷിക്കേ, എന്നെ രക്ഷിക്കേ. വരാനു, പേടിയാവുന്നു. ജോസഫ്, പേടിയാവുന്നു. വരാനു, നീ പേടിക്കല്ലേ. ഇപ്പൊ കാർ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പറയൂ. മൊത്തം ഏറിട്ട ഇവിടെ അറിയില്ല. എന്ന് കാറിന്റെ ഉള്ളില് ഡിക്കിയിലാണെന്ന് തോന്നുന്നുണ്ട്. ഫോണില് GPS ഉണ്ട്, അതിൽ നോക്കിയിട്ട് കാർ എവിടെയാന്ന് പറയും. സിറ്റിയില് ക്വീൻ സിറ്റി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ആ റൂട്ടിൽ തന്നെ ഇപ്പൊ ഞാനും ഉള്ളത്. അനു, റൈറ്റോ ലെഫ്റ്റോ? ഇപ്പോ റൈറ്റിലേക്ക് തിരിഞ്ഞു. ഇപ്പൊ ലൈൻ സ്ട്രീറ്റ് വഴി പോയിക്കൊണ്ടിരിക്കുക. വന്നോണ്ടിരിക്കുക, ഞാനോട് അടുത്ത് തന്നെ ഉണ്ട്, നീ പേടിക്കണ്ട. അനു, റൈറ്റോ ലെഫ്റ്റോ? വണ്ടി മൂവ് ആയിട്ടില്ല, ഇവിടെ തന്നെ നിൽക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് വാ. എവിടെയാ നീ? വന്നോണ്ടിരിക്കല്ലേ? വന്നോണ്ടിരിക്കുക. വേഗം വാ ജോസഫ്. വലിയ ചാർജ് തീർന്നോണ്ടിരിക്കുക ജോസഫ്. ഞാൻ അടുത്തെത്തി.
തന്നെയല്ലേ പോകുന്നേ? നേരെ തന്നെയല്ലേ? സ്ട്രെയിറ്റ് ആയിട്ടാ പോകുന്നേ. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാ പോകുന്നേ. ഏത് റൂട്ടാ പോകുന്നേ? കാറ് ഇപ്പോ ലെഫ്റ്റിലേക്ക് തിരിയാണ് ജോസഫ്. അതേ റോഡില് സ്ട്രെയിറ്റ് ആയിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. വന്നോണ്ടിരിക്കുക, അടുത്ത് തന്നെയുണ്ട്. നീ പേടിക്കണ്ട. ജോസഫ് ബീച്ചിലെത്തി. എനിക്ക് പേടിയാവുന്നു ജോസഫ്. കാറ് നിർത്തി. എവിടെയാ നീ? വണ്ടി നിർത്തിയിട്ടിരിക്കുക. നീ ഒന്ന് വേഗം വാ. അനു, അനു, ഞാൻ ബീച്ചിലെത്തി. നീ ഇതെവിടെയാ? കരയണ്ട അനു, കരയണ്ട. ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഞാനിവിടെ ബീച്ച് തന്നെ ഉണ്ട്. നീ കൊണ്ടുവന്ന് തന്ന മണി ബാഗാ ഉള്ളത്. മണി ബാഗോ? അനു, 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 ഹലോ. അനു, അനു, ഫോണ്ടാടാ, നിന്റെ ഫോണ്ടാ, ഫോണ്ടാ. ജോസഫ്, വെക്കടി, ഇപ്പൊ എടി വെക്കടി. മർമ്മം നോക്കി വെക്കടി. ഇരിക്കടി അവിടെ. ഇരിക്കേ, ഇരിക്കടി, ഇരിക്കേ. സോറി, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ നിന്നെ പിടിച്ചോണ്ട് വന്നത് മനസ്സ് തുറന്ന് സംസാരിക്കാനാണ്. ഇതാ നോക്ക്, എത്ര മനോഹരമായ ബീച്ചാണ്. ആരുമില്ല ഇവിടെ, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഇത് നമ്മുടെ നാട്ടിലെ ബീച്ചാണെങ്കിൽ മുറുക്ക് വേണോ കപ്പലണ്ടി വേണോ എന്ന് ചോദിച്ച് എത്ര പേര് വന്നിട്ടുണ്ടാവും. നോക്ക്, ആരും ഇല്ലാത്ത ഈ ബീച്ചിൽ വന്നിട്ട്
എൻജോയ് ചെയ്യുന്നതിന് പകരം നീ വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. നിനക്കെന്താണ് ഇഷ്ടം, എനിക്കെന്താണ് ഇഷ്ടം എന്ന് സംസാരിക്കുന്നതിന് പകരം നീ വെറുതെ മിണ്ടാതിരിക്കുക. എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. ഓടരുത്, ഓടരുത്, നിക്കടിയോടെ. ഒന്ന് തൊട്ടതിനാണ് നീ ഓടിയത്. അനു, 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 ആരാ നീ? നിനക്ക് എന്താ വേണ്ടേ? നീ എന്ത് വേണമെന്ന് ചോദിക്കുന്നു. എന്ത് വേണമെന്ന് ഞാൻ പറയാം. ആദ്യം നീ ഭക്ഷണം കഴിക്ക. കുറെ നേരമായിട്ടൊന്നും കഴിക്കാതിരിക്കുന്നല്ലേ, നിനക്ക് വിശക്കും. കഴിക്കേ. ഓ, അപ്പൊ നീ കഴിക്കൂല. എന്നെ പറ്റി പറഞ്ഞാലേ നീ കഴിക്കൂ. ശരി, പറയാം. എല്ലാം ഞാൻ പറയാം. എന്നെ അറിയില്ലേ? പെണ്ണ് കണ്ട് നിശ്ചയം കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ വേണ്ടി മണ്ഡപത്തിൽ കാത്തിരിക്കുമ്പോൾ നീ നിന്റെ ഇഷ്ടത്തിന് ആരോടും പറയാതെ ഒളിച്ചോടിപ്പോ. ഇപ്പോ ഞാൻ ആരാണെന്ന് ഞാനെന്ത് പറയാനാ, എന്ത് ചെയ്യാനാ? അതാ തേടി വന്നത്. കിളി പോലെ ഇരിക്കുന്ന ഒരു പെണ്ണിന് കുരങ്ങ് പോലെ ഇരിക്കുന്ന ഒരുത്തിന് കെട്ടിച്ചു കൊടുക്കുന്ന എന്താണെന്ന് ഞാനും
വിചാരിച്ചിരുന്നു. അതെ, ഞാൻ കുരങ്ങനാണ്. കുരങ്ങന്റെ ഉള്ളറിയോ, അതിനൊരു മനസ്സുണ്ട്. നീയും ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. അതാ, എനിക്കും ഇഷ്ടമായിരുന്നു. എന്നെ ഇഷ്ടമായോ ഇല്ലേ? പറ, എന്നെ ഇഷ്ടമായോ ഇല്ലേ? പറയേ, ഇഷ്ടമായോ? അവനോട് ഐ ലവ് യു, എന്നോടൊരു ഐ ലവ് യു പറയും. നോക്കാം, പറയ് 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 പറയ്. ഒരു കാര്യം അറിയോ, വാക്കിടക്കാമെന്ന് ഡീസൻ്റായി പറയുന്ന ഒരു വേർഡാണ് ഐ ലവ് യു. ഇപ്പോഴൊക്കെ ഒരുപാട് പേര് അങ്ങനെയാണ് പറയുന്നത്. വാ കൂടെ കിടക്കാന്ന് പറയും. അവൻ കിടക്കാൻ വിളിച്ചു, നീ കൂടെ കിടക്കാൻ സമ്മതിച്ചു. എന്തിനാണ് ഐ ലവ് യു എന്നോട് മാത്രം നീ പറയണം. പറയോ പറയോ? പറയരുത്. കരയരുത്, 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 കരയാതെ. ചിരി ചിരി. അതല്ലേ, എന്നെ വിട്ട് എന്തിനാ പോയത്? എന്റെ തലയിൽ മുടിയില്ല, അതുകൊണ്ടാണോ? ഒരുപാട് പേർക്ക് തലയിൽ മുടിയില്ല. ഒരുപാട് പേർക്ക് ഇല്ല. ഒരു കാര്യം അറിയോ, ലോകത്തെ ജനസംഖ്യയിൽ ഒരാണിന് 5 പെണ്ണാണ് കണക്ക്. എന്നാൽ എനിക്ക് ഒരു പെണ്ണിനെ പോലും കിട്ടിയില്ല. കിട്ടി, നീയോ ഓടിപ്പോയി. എന്തിനാ വന്നേ? എന്തിനാ വന്നേ? Because I love Joseph. Because I love Joseph. ഒരു കാര്യം അറിയോ, എല്ലാ പെണ്ണുങ്ങൾക്കും നടന്മാരെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. എന്നാൽ എല്ലാ നടന്മാരുടെയും കല്യാണം കഴിഞ്ഞു. അതേന്നേ, വിനീത്, ആസിഫ് അലി, ദുൽഖർ, നിവിൻ പോളി, വിനീത് ശ്രീനിവാസൻ, നീരജ് മാധവ്, എന്തിന് അജു വർഗീസിന്റെ വരേക്കും കല്യാണം കഴിഞ്ഞു. ഷെയ്ൻ നിഗം കമ്മിറ്റഡ് ആയിരിക്കും. ഉണ്ണി മുകുന്ദന് പെണ്ണ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദന്റെ കാര്യമാണ്. കല്യാണം നടക്കുവോ നടക്കൂലേ? ഉണ്ണിക്ക് കല്യാണം നടക്കോ നടക്കൂലേ? പറയേ, ഉണ്ണി മുകുന്ദന് കല്യാണം നടക്കോ നടക്കൂലേ? അറിയില്ല. അറിയില്ല? എനിക്കും അറിയില്ല. അത് വിട്. നമ്മുടെ കല്യാണം എപ്പോ? പെണ്ണ് കാണാൻ വന്നപ്പോ ബ്രോക്കർ പറഞ്ഞു, നിനക്ക് നന്നായിട്ട് പാടാൻ അറിയാവുന്ന. പാട്, ഒരേ ഒരു പാട്ട് പാട്. പാടേ, പാട്. നെഞ്ചിനിലെ നെഞ്ചിനിലെ ഊഞ്ചലേ, ജ്ഞാനം കണ്ണിൻ കണ്ണിലെ കല്യാണം കല്യാണം. നന്നായിട്ട് പാടി, എനിക്കിഷ്ടായി. ബ്രോക്കർ ഒന്നുകൂടി പറഞ്ഞു, നീ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു. ചെയ്. ധാം തരകട ധീം തരകട തോം തരകട നം തരകട തത്ത തരകട ദിത്തി തരകട തോം തോം തരകട നം നം തരകട
മതി 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 നന്നായിട്ട് ഡാൻസ് ചെയ്ത് ക്ഷീണിച്ചു. ഇരിക്കെ 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 ഇരിക്കെ. നന്നായിട്ട് ചെയ്തു. ആ നന്നായിട്ട് ചെയ്തു. പാട്ടും ഡാൻസും കണ്ടതല്ലേ? ഇന്റർവെല്ലിന് പോണെന്നൊരു തോന്നല്. ഞാൻ പോയിട്ട് വരട്ടെ. നീ ഓടിക്കളയോ? നീ ഓടില്ല, എനിക്കറിയാം. അനു 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 കഥക് തുറക്ക്. കഥക് തുറക്ക്. നീ നിന്റെ ലവറിന്റെ കൂടെ ഇരിക്കണം ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ഞാൻ എന്റെ ലവറിന്റെ കൂടെ ഇരിക്കണം ആഗ്രഹിക്കുന്നു. അത് തെറ്റാണോ? ശരി ശരി ശരി, കരയല്ലേ അനു, കരയല്ലേ. നീ അവനെ തന്നെ പ്രേമിച്ചോ. അവൻ നിന്റെ ഫസ്റ്റ് ലവറായിട്ട് തന്നെ ഇരിക്കട്ടെ. ഞാൻ തെറ്റായിട്ട് എടുക്കൂല. ഞാൻ സെക്കൻഡ് ലവറായിട്ട് ഇരുന്നോളാം. പോ പോ, അവന്റെ കൂടെ തന്നെ പോ. ഞാൻ വിട്ടു തന്നിരിക്കുന്നു. നന്നായിട്ടിരിക്കെ. പേടിക്കണ്ട പേടിക്കണ്ട അനു, ഇത് ഞാനാ, സെക്കൻഡ് ലവർ. എന്താടി പഴയ സിനിമയിൽ വരുന്ന ഹീറോയെ പോലെ വിട്ടുകൊടുത്ത് പോകുന്നു വിചാരിച്ചോ? വിട്ടുകൊടുത്ത് ജീവിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ ജീവിതം നശിപ്പിക്കണോ? അതിന് ഞാൻ ഹീറോ അല്ലടി, വില്ലൻ, വലിയ വില്ലൻ. അനു, കുറച്ച് നീങ്ങി നിക്ക്. നിന്റെ ദേഹത്ത് കൊള്ളരുത്. നീങ്ങി നിക്ക്, നീങ്ങി നിക്കനു.
I see you. I'm in. നമുക്ക് മാരി ചെയ്താലോ? ശരിക്കും ചേർന്ന് ജീവിക്കുന്നതിന് പകരം ചേർന്ന് ചത്താലോ? എല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട്. പക്ഷേ എത്ര പേരുടെ ജീവിതത്തിൽ അത് ഫലിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ സ്വപ്നം കണ്ടൊരുത്തന് ഇപ്പോൾ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇതിനു മുൻപ് ഇതുവരെ ഇവനെ ഞാൻ കണ്ടിട്ടേയില്ല. പക്ഷേ ഞാനും മനവും ഒന്നിച്ചിരുന്ന സമയങ്ങളിൽ ഇവനടുത്ത് നിന്നുകൊണ്ട് നോക്കിയിരുന്നത് ഇപ്പോഴാണ് ഞാൻ ഓർത്തെടുക്കുന്നത്. ഇവൻ ആരാണ്, എന്താണ്, എവിടെ നിന്ന് വന്നു, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ കൊല്ലേണ്ടവൻ ഇവനാ, ഇവൻ തന്നെയാ, ഇവനും മാത്രമാണ്. നിനക്കൊരു കാര്യം അറിയോ? ഈ ലോകത്തിൽ കൊല ചെയ്യുന്നത് വളരെ വളരെ എളുപ്പമാണ്. പക്ഷേ ആത്മഹത്യ ചെയ്യുന്നത് എത്ര കഷ്ടമാണെന്നറിയോ? പറ്റിയില്ല എനിക്ക്. ഓരോരോ ദിവസവും ആത്മഹത്യ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. എങ്ങനെയെങ്കിലും നിന്റെ അടുത്തെത്താൻ ട്രൈ ചെയ്ത് ഞാൻ തോറ്റു. എല്ലാവരും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ലോകത്തിൽ ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശവം. അതെ, ഞാൻ ജീവനോടെ ഇരിക്കുന്ന ഒരു പിണം. ഈ ശവം സംസാരിക്കുന്നു, നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. എപ്പോഴും നിന്നെ മാത്രം ഓർത്തുകൊണ്ട്.